ഞാൻ എൻ്റെ ബുക്ക് കാര്യങ്ങളൊക്കെ വെക്കാറുണ്ട്. പിന്നെ മോളുടെ ഡ്രസ്സ് വെക്കുന്ന സ്ഥലമാണത്. അവിടെ ഫാനും കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞങ്ങളുടെ അലമാര അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് സൈഡിലാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ എൻ്റെ ഒരു അധ്വാന മാർഗ്ഗമായിട്ടുള്ള എൻ്റെ മെഷീനും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാം അടങ്ങിയിരിക്കുന്ന ഒരു ബെഡ്റൂമും എന്താ പറയുക, ഞാൻ പറഞ്ഞില്ല മൊത്തത്തിൽ ഇവിടെ തന്നെയാണ്. എന്നാൽ ഞങ്ങൾക്ക് അങ്ങനെ സ്ഥലത്തിൻ്റെ ബുദ്ധിമുട്ടൊന്നും വന്നിട്ടുമില്ല. ഇനി അടുത്ത് നിങ്ങൾ വിചാരിക്കുന്ന മാതിരി ഒരു എന്താ അടുക്കളയിലേക്കാണ് കിടക്കുന്നത്. നിങ്ങൾ വിചാരിക്കും വേറെ ഇനിയും കാണാനുണ്ടെന്ന്. ഇല്ല, അടുത്ത നേരെ അടുക്കളയിലേക്കാണ്. ഉറക്ക് കഴിഞ്ഞാൽ പിന്നെ ഭക്ഷണം വേണമെങ്കിൽ അടുക്കള വേണം. അപ്പോൾ ഇതാണ് അടുക്കള. ഇവിടെയാണ് അടുപ്പ്. ഈ ചിമ്മിണി മണ്ണെണ്ണക്കൂടൊക്കെ മരം കൊണ്ടാണ് കേട്ടോ ചെയ്തിരിക്കുന്നത്. പുതിയ മരമല്ല, ഹസ്ബൻഡ് മരം എവിടുന്നോ എടുത്തിട്ട് അതൊക്കെ എൻ്റെ ഹസ്ബൻഡ് തന്നെ ചെയ്ത വർക്കാണ്. ഈ ഷോക്കേസൊക്കെ മരമാണ്, അതെല്ലാം എൻ്റെ ഹസ്ബൻഡ് തന്നെ ചെയ്തതാണ്. പിന്നെ അടുപ്പിൻ്റെ അവിടെയൊക്കെ കരി പിടിക്കുന്നതിന് ടൈലാണ് കൊടുത്തിരിക്കുന്നത്. വെള്ള ടൈലാകുമ്പോൾ ഞാൻ എന്നും തുടയ്ക്കുന്ന ഹസ്ബൻഡ് പറയാറുണ്ട്. അതും എൻ്റെ ഹസ്ബൻഡ് തന്നെ ഒട്ടിച്ചതാണ്. പിന്നെ ഇതാണ് കിച്ചണും ഞങ്ങൾ ഭക്ഷണം കഴിക്കുന്ന സ്ഥലവും ഗ്യാസ് അടുപ്പൊക്കെ വെച്ചിരിക്കുന്നത് ഇവിടെയാണ്. മറ്റേത് വിറകിൻ്റെ അടുപ്പാണ്. പിന്നെ ഈ ഷോക്കേസിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് അപ്പുറത്തുനിന്നും ഇപ്പുറത്തുനിന്നും എടുക്കാം. കാരണം ഞാൻ അടുപ്പിൻ്റെ അടുത്തുനിന്ന് കുക്ക് ചെയ്യുകയാണെങ്കിലും അല്ലെങ്കിൽ ഗ്യാസിൻ്റെ അടുത്തുനിന്ന് കുക്ക് ചെയ്യുകയാണെങ്കിലും രണ്ട് ഭാഗത്തുനിന്ന് എടുക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനൊരു ഷോക്കേസ് കൊടുത്തത്. പിന്നെ ഇതാണ്, ഇവിടെ ഇരുന്നാണ് ഞങ്ങൾ ഫുഡ് കഴിക്കാറ്. പിന്നെ രാവിലെ സമയമില്ലാത്തപ്പോൾ ഇവിടുന്ന് തന്നെയാണ് പാചകം കൂടുതൽ. ക്ലാസ് പോകാനുണ്ട്, ഹസ്ബൻഡ് പണിക്ക് പോവും, മോള് ക്ലാസ് പോവും. അപ്പോൾ പിന്നെ ഈ സൈഡിലായിട്ടാണ് ഞങ്ങളുടെ അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത്. ബാത്റൂമിലൊന്നും സൗകര്യത്തിനൊന്നും ഒരു കുറവും വരുത്തിയിട്ടില്ല. യൂറോപ്യൻ ക്ലോസറ്റ്, ടൈല് ഇതൊക്കെ എൻ്റെ ഹസ്ബൻഡ് തന്നെ ചെയ്തതാണ് കേട്ടോ. ആ ഡിസൈനൊക്കെ ഹസ്ബൻഡ് ടൈല് കട്ട് ചെയ്ത് ഇങ്ങനെ യൂട്യൂബ് ഫാനാണ് എൻ്റെ ഹസ്ബൻഡ്. യൂട്യൂബിൽ ഓരോ വീഡിയോ കാണും, അതുപോലെ കൊണ്ടുവരാൻ നോക്കും. ഇനി ഇവിടെ ഗ്രില്ലാണ് കൊടുത്തിരിക്കുന്നത്. ഗ്രില്ലിന് നല്ല ലോക്കൊക്കെ ഉണ്ട്, കള്ളന്മാരൊന്നും വരുമൊന്നുമില്ല. അങ്ങനെ ഇതിന് ചുറ്റും ഒരു എന്താ പറയുക, എറേക്കൊലായി എന്നൊക്കെ പറയും ഇവിടേക്ക്, അങ്ങനെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഇരുന്ന് ഞാൻ മീൻ മുറിക്കാറുണ്ട്. അവിടെ നിന്നാണ് അലക്കാറ്. ഒരു അലക്കല്ല് കൊടുത്തിട്ടുണ്ട്. അവിടെ ഒരു തിണ്ടൊക്കെ കെട്ടി. ഇതൊക്കെ ഹസ്ബൻഡിൻ്റെ തന്നെ പണിയാണ് കേട്ടോ. ഇത് ചുറ്റുമുണ്ട്, ഈ അടുക്കളയ്ക്ക് ചുറ്റും ഈ ഒരു എറേക്കൊലായി വരുന്നുണ്ട്. ഇവിടെ ഇരുന്ന് എനിക്ക് എന്തെങ്കിലുമൊക്കെ പണിയെടുക്കാം. പിന്നെ ഞാനും മോളും കുറേ ഇരുന്ന് കഥ പറയുന്നതും. ഇവിടെ കിടന്നാൽ നല്ല കാറ്റാണ്, ഈ സൈഡിൽ നിന്ന് നല്ല കാറ്റ് വീശാറുണ്ട്. പിന്നെ ഇവിടെ ഒരു എന്താ പറയുക, ഒരു തടം പോലെ കൊടുത്തിരിക്കുന്നത് ഞങ്ങൾക്ക് ചെറിയ ചെറിയ കൃഷികളൊക്കെ നടത്താനാണ് കേട്ടോ. മുളക്, കറിവേപ്പില, ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ. അപ്പോൾ ഇതാണ് എൻ്റെ വീട്. ഇത്രയേ ഉള്ളൂ എൻ്റെ വീട്. എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഒരു ചെറിയ കുടുംബത്തിന് ഇത് ധാരാളമാണ്. സമാധാനമാണല്ലോ വലുത്.